എൻ്റെ പേര് ദീപ. ഞാനിപ്പോൾ PWDയിൽ സെക്കൻഡ് ഗ്രേഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് PSC എഴുതണം, ഒരു ഗവൺമെൻറ് സർവീസിൽ കയറണം എന്നൊക്കെ ആഗ്രഹിച്ച് അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതിനെപ്പറ്റി എങ്ങനെയാണ് കോച്ചിങ്ങിന് പോകേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കസിൻ അലീൻ പറഞ്ഞിട്ടാണ് ഞാൻ ഹോളിമാത അക്കാദമിനെ കുറിച്ചിട്ട് അറിയുന്നതും ഹോളിമാതയിൽ ജോയിൻ ചെയ്യുന്നതും. ആ ഒരു സമയത്ത് കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അലീൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് പഠിച്ച് എന്തായാലും അപ്പോൾ അലീൻ പറഞ്ഞു തന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറുകളായാലും മെറ്റീരിയൽസ് ആയാലും നമ്മളിങ്ങനെ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കും. അത് വെച്ചിട്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസം പോയി കഴിയുമ്പോഴത്തേനും നമുക്കതൊക്കെ ഇങ്ങനെ കാണാപ്പാടം പോലെ നമുക്കത് കിട്ടും. നീ എന്തായാലും ജോയിൻ ചെയ്ത് നോക്ക്, എന്തായാലും പറ്റും പഠിക്കുന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഞാനതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ സമയത്തൊന്നും ജോയിൻ ചെയ്തില്ല. അതിനുശേഷം MTech ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഹോളിമാതയിൽ ഞാൻ ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്ത സമയത്ത് എക്സാം സീസൺ ഒന്നല്ലായിരുന്നു. അപ്പോൾ ഒരു ജസ്റ്റ് വാട്ടർ അതോറിറ്റിയുടെ സെക്കൻഡ് ഗ്രേഡിൻ്റെ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്ന ആ ഒരു സമയം ജോയിൻ ചെയ്ത് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും കൊറോണയായി. അപ്പോൾ പിന്നെ ലോക്ക്ഡൗൺ, പിന്നെ ക്ലാസ്സുകളൊന്നും ഇല്ല. അപ്പോൾ ഒരു ഗ്യാപ്പായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ ഇങ്ങനെ കുറച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളെങ്കിലും ഡെയിലി പഠിക്കുക, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് വിജയത്തിലെത്താൻ പറ്റും, നിങ്ങൾക്കും ഒരു ദിവസം. ഇതാണ് ഷിൻഡോ സാറ് മെയിനായിട്ട് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നത്. അപ്പോൾ എനിക്ക് വീട്ടിലായാലും പിള്ളേരുടെ കാര്യം നോക്കാനും അങ്ങനെ നമ്മൾ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ആ പണികളൊക്കെ കഴിച്ച് വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടാറില്ല. പക്ഷെ ഒരു ദിവസം പഠിച്ചില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഡൗൺ ആയിപ്പോയി. എന്നാലും സാറ് പറയും, നിങ്ങൾ ഒരു ദിവസം പഠിച്ചില്ലെങ്കിലും പിറ്റേ ദിവസം എന്തായാലും പഠിക്കണം. ഒറ്റ ദിവസം മുഴുവനായിട്ട് പഠിച്ചു തീർക്കാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. പക്ഷെ പറ്റാവുന്നത് പറ്റണ പോലെ കുറേശ്ശെയായിട്ടാണെങ്കിലും പഠിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും. ഒരു ദിവസം നിങ്ങളുടെ വരുന്ന വരെയും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്കതിൽ വിജയം കിട്ടും എന്നങ്ങനെ സാറ് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഈ കൊറോണയുടെ സമയത്ത്, ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പിന്നെ ഹോളിമാതയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോഴാണ്. അങ്ങനെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ അതിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഡെയിലി ആദ്യം ഒരു ഈവനിങ് ടൈമിൽ മാത്രമാണ് ക്ലാസ് ഉണ്ടായിരുന്നത്. പിന്നെ അത് മോർണിംഗിലും ഉണ്ട്, ഈവനിങ്ങിലും ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ പരമാവധി പറ്റാവുന്നത് ലൈവ് ക്ലാസ് ആയിട്ട് അറ്റൻഡ് ചെയ്യായിരുന്നു. പിന്നെ റിവിഷനായിട്ടും കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകൾ സാറ് തന്നായിരുന്നു. പിന്നെ മെറ്റീരിയൽസ്, പിന്നെ കുറേ ക്വസ്റ്റ്യൻസ്. അങ്ങനെ അവിടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുന്നതിനും അത് ആൻസേഴ്സ് ടൈപ്പ് ചെയ്യുന്നതിനും അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരിങ്ങനെ കുറേ ചെയ്ത് നമുക്ക് പ്രിന്റഡ് ഫോമിൽ നമുക്കിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളത് ഡെയിലി ഇങ്ങനെ റിവൈസ് ചെയ്യും. നമ്മളെ കൊണ്ട് പറ്റാവുന്നത് ഡെയിലി ഇങ്ങനെ റിവൈസ് ചെയ്തിട്ടാണ് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിരുന്നത്. പിന്നെ പറ്റാത്ത അവസരങ്ങളിലാണെങ്കിലും അതേപോലെ നന്നായി പഠിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ കൂടുതൽ പ്രാവശ്യം പഠിക്കുക, പിന്നെ എക്സാംസ് ഒക്കെ ഡെയിലി അറ്റൻഡ് ചെയ്യുക. അങ്ങനെയാണ് ആ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പക്ഷേ എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ ഒരേ എനർജിയിൽ പഠിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പോൾ സാറിൻ്റെ ഈ മോട്ടിവേഷൻ കാരണമാണ് നമ്മൾ ഒരേ ഒരു എനർജിയിൽ നമുക്ക് എക്സാം വരെയും പഠിക്കാൻ പറ്റിയത്. ഞാൻ എന്നിട്ട് കൊറോണ കഴിഞ്ഞ് എക്സാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ PWD ഇറിഗേഷൻ്റെ സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് ആ ലിസ്റ്റിലും, പിന്നെ വാട്ടർ അതോറിറ്റിയുടെ സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്, LSTDയുടെ സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്, ഈ ലിസ്റ്റുകളിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ PWD സെക്കൻഡ് ഗ്രേഡായിട്ട് ഞാൻ പോസ്റ്റിംഗ് ഉണ്ടായത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഹോളിമാതയിൽ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിത് ഈ PSC കിട്ടാൻ സാധിച്ചതെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു ആരംഭശീലത്വം എന്നൊക്കെ പറയണ പോലെ കുറച്ച് നാൾ പഠിക്കും, പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഏത് കാര്യമായാലും. പിന്നെ അതുപോലെ തന്നെ റിവിഷൻ ചെയ്യുക, പഠിച്ച സംഭവം പിന്നെയും വായിച്ചുകൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക, അതെനിക്ക് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈ രണ്ട് കാര്യത്തിനും അത് എന്തായാലും നിർബന്ധമുള്ള കാര്യമാണ്. അതായത് തുടങ്ങിയ ഒരു സംഭവം നമ്മൾ വിജയത്തിൽ എത്തണ വരെ, അല്ലെങ്കിൽ നമുക്ക് എന്താണോ ആ ടാർഗറ്റ്, നമ്മുടെ ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യണ വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതും, അതിന് ഏറ്റവും നല്ല വഴി ഇത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതുമാണെന്ന് ആണ് സാർ എപ്പോഴും പറയാറുള്ളത്. അത് രണ്ടും ചെയ്യണം. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരമാവധി എവിടെ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അറ്റൻഡ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് കിട്ടുമോ അതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക.
അതൊക്കെയാണ് വിജയത്തിലെത്താനായിട്ട് എന്നെ സഹായിച്ചത്. പിന്നെ ഡെയിലി ഒരു 1-2 പേപ്പർ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ PSCക്ക് ക്ലാസ് റൂമിൽ എക്സാം ചെയ്യുക, അതേപോലെ തന്നെ OMR ഷീറ്റൊക്കെ വെച്ച് ആ സമയം വെച്ച് ആദ്യം നമ്മൾ കിട്ടുന്നത് മാത്രം എഴുതി, പിന്നത്തെ പ്രാവശ്യം കുറച്ച് ടപ്പുള്ളത് അങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എങ്ങനെയാണോ നിങ്ങൾ PSC എക്സാം സെന്ററിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെയും ചെയ്യണം എന്നാണ് സാർ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ OMR ഷീറ്റൊക്കെ പ്രിന്റ് എടുത്ത് അങ്ങനെ ചെയ്തായിരുന്നു. അത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട്. ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി എല്ലാ ദിവസവും എക്സാം ഉണ്ട്. അത് നമുക്ക് OMR ഷീറ്റ് തന്നിട്ട് തന്നെയാണ്, ആ ടൈം വെച്ചിട്ട് തന്നെയാണ് നമുക്ക് എക്സാം നടത്താറുള്ളത്. അങ്ങനെ എക്സാമിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ തോന്നുന്നു എക്സാം അങ്ങനെ എഴുതി നമ്മൾ ശീലിച്ചത് കൊണ്ട് എനിക്ക് എക്സാം ഹോളിൽ കയറിയപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ടെൻഷനോ എങ്ങനെ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം അത് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നത് കൊണ്ട് അതിലൊക്കെ ആയിരുന്നു. എൻ്റെ പ്രശ്നം റിവൈസ് ചെയ്യാനുള്ള മടിയൊക്കെ ആയിരുന്നു. അത് പക്ഷെ നമ്മൾ ഇന്നിപ്പോൾ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താലും അതിൽ നമുക്ക് കിട്ടാത്തതുണ്ടാവും. അപ്പോൾ അത് നമ്മൾ വേറൊരു പുസ്തകത്തിലേക്ക് എഴുതി വെച്ച് നാളെ നോക്കുമ്പോൾ ആദ്യം ആ പുസ്തകത്തിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നോക്കുക, പ്ലസ് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ചെയ്യുക. അതിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ, അത് ഞാൻ ശരിക്കും എഴുതിയോ തെറ്റിച്ചോ അങ്ങനെയൊക്കെ ചെയ്ത് പോകാനുള്ള ഒരു ട്രെയിനിങ് കിട്ടിയത് ഹോളിമാതയെന്നാണ്. അത് പക്ഷെ ശരിക്കും ഒരു സക്സസ് ആയിരുന്നു. ആ ഒരു എക്സാം എഴുതിയെടുക്കാനും ഇന്നിപ്പോൾ ഈ ഒരു പോസ്റ്റിൽ ഇരിക്കാനും എന്നെ സഹായിച്ചത് സാറും ഹോളിമാത അക്കാഡമി ആണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന നിങ്ങളായാലും നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. നമ്മുടെ ടാർഗറ്റ് അത് നമ്മൾ ആദ്യം ഏതാണോ നമ്മുടെ ലക്ഷ്യം അത് നമ്മൾ ഉറപ്പിക്കുക. അതിൽ എത്തുന്നത് വരെ നമുക്ക് ഇപ്പോൾ ആദ്യത്തെ എക്സാം എഴുതി ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല, അപ്പം അതിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അടുത്തതിൽ നമുക്ക് എന്തായാലും കിട്ടും. നമ്മുടെ ഒരു ദിവസം വരും. ആ ദിവസം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പരിശ്രമിച്ചാൽ മതി. ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് കിട്ടിയിരിക്കും. അത് പക്ഷെ ഇന്നോ നാളെ കിട്ടണമെന്നില്ല, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, പക്ഷെ അത് നമുക്ക് കിട്ടിയിരിക്കും. അപ്പൊ ആ ഒരു ധൈര്യത്തിൽ തന്നെ മുന്നോട്ട് പോവുക. എല്ലാവരും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.